രണ്ടാമത്തെ ദിവസമാണ്. സമയം ഇപ്പോൾ 6 മണി കഴിഞ്ഞിട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ചായ അടിക്കാൻ വേണ്ടി വേണ്ടിയിട്ട് നേരെ ബർത്തിൽ വന്നതാണ്. അപ്പോൾ നോക്കുമ്പോൾ നമ്മളിപ്പോൾ കവരത്തി ദ്വീപിലെത്തി എന്ന പോലെ നിൽക്കുകയാണ്. അരമണിക്കൂർ നമ്മൾ ഷിപ്പിൽ നിന്ന് ഇറങ്ങും. അപ്പോൾ എന്തായാലും രണ്ടാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറയാത്ത കുറേ കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ എങ്ങനെ ലക്ഷദ്വീപിലേക്ക് പെർമിറ്റ് എടുക്കാം, അതല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ലക്ഷദ്വീപിൽ എത്താമെന്നൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോ. മാത്രമല്ല ഒരുപാട് നല്ല നല്ല ഇൻഫോർമേറ്റീവായ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ, ലക്ഷദ്വീപിൻ്റെ ഇൻഫോർമേറ്റീവായ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഗിവ് അവേ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം. എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ പറയും പോലെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. സമയം ഇപ്പോൾ 6 മണിയായിട്ടാണ്. 6 മണിക്ക് ചായക്ക് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. എല്ലാവരും ചായ അടിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തിനെ കിട്ടി. ആള് മലപ്പുറംകാരനാണ്. എവിടെ സ്ഥലം? എവിടെ? മങ്കാട് അല്ലേ? നമ്മൾ ഷിപ്പ് വെച്ച് പരിചയപ്പെട്ടാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് കയറിയതാണെങ്കിലും എത്ര വർഷമായിട്ട് പെർമിറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്? 6 മാസമായിരുന്നു. ഓക്കെ. നമ്മൾ 2 വർഷമായിട്ടുള്ള കാത്തിരിപ്പാ. നമ്മുടെ കൂട്ടുകാരതാ ദീപുകാരാണ്. പേരെന്താ ബ്രോ? ഇവിടെ ജബ്ബാർ. ഏത് ദ്വീപിലാ? തൊപ്പിട്ടാള്. കുറെ ആൾക്കാരുണ്ട് കേട്ടോ. രാവിലെ തന്നെ ചായക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ. കുറെ ചായ കിട്ടിയ ആൾക്കാർ കുറെ ഇഷ്ടംപോലെ ആൾക്കാർ പറയുന്നുണ്ട്. നിങ്ങൾ ഉപയോഗിച്ച പ്ലേറ്റ്, ഗ്ലാസ് മുതലായവ നിങ്ങൾ തന്നെ എടുത്ത് വേസ്റ്റ് ബോക്സിൽ നിക്ഷേപിക്കേണ്ടതാണ്. കപ്പൽ ജീവനക്കാരുമായി ദയവായി സഹകരിക്കുക. അങ്ങനെ ഒരു ബോർഡ് എല്ലായിടത്തും കാണട്ടോ. നമ്മുടെ കിച്ചണിലും അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന എല്ലാ ഏരിയയിലും കാണാൻ പറ്റും. അപ്പോൾ തന്നെ ബാക്കിലൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. എല്ലാവരും ചായക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. രാവിലെ തന്നെ 6 മണി 6:15 സമയം കേട്ടോ. സെറ്റല്ലേ ബ്രോ? സെറ്റല്ലേ? ഒന്ന് അടുത്ത നമ്പർ നമ്മുടെതാണ്. എനിക്ക് ഒരു ചായ ഒരു ബിസ്ക്കറ്റ്. നമുക്ക് ചായ എടുക്കുന്നുണ്ട്. ഇതാണ് ചായൻ്റെ കൗണ്ടർ. കപ്പലിനകത്താണ് നമ്മൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. സലാം. അപ്പോൾ നമ്മളിതാ നേരെ കാണുന്ന കണ്ടില്ലേ, അവിടെ ലൈറ്റിങ് തെളിഞ്ഞു വരുന്നു. അതാണ് അതാണ് കവരത്തി ദ്വീപ് കേട്ടോ. ലക്ഷദ്വീപ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് എൻ്റർ ആവുന്ന ദ്വീപാണ് കവരത്തി. അപ്പോൾ അതാണ് ആ കാണുന്നത് കേട്ടോ. അതിൻ്റെ ബാക്കിലാണ് ശരിക്കും കാണുന്നത്. നമ്മളെ ലൈറ്റിൻ്റെ നേരെ ബാക്കിലാണ്. അപ്പോൾ ഇതുവരെ നമുക്ക് നാട്ടിൽ നിന്ന് കയറി ഒരു മണിക്കൂർ റേഞ്ച് കിട്ടി. ഇതുവരെ റേഞ്ച് ഇല്ലായിരുന്നു. ഇപ്പോൾ അതാ റേഞ്ച് കിട്ടിട്ടോ. 1 മണിക്കൂർ മാത്രമായിരുന്നു നമുക്ക് ഷിപ്പിൽ റേഞ്ച് ഉണ്ടായിരുന്നത്. അപ്പോൾ മേലെ കണ്ടു ഒരു സിം മാത്രമേ ആക്റ്റീവ് ഉള്ളൂ. ഈ സിം എയർടെലാണ് യൂസ് ചെയ്യുന്നത്. എയർടെൽ ഇവിടെ റേഞ്ച് ഉണ്ട്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് കാണിക്കുന്നത്. അതുപോലെ BSNL ആണ് ഇവിടുത്തെ അധിക പേര് യൂസ് ചെയ്യുക. BSNLും എയർടെലും ഇവിടെ റേഞ്ച് ഉണ്ട്. അപ്പോൾ നമുക്ക് വാട്സപ്പ് ഓൺ ആക്കി നോക്കാം. വർക്ക് ചെയ്യുമെന്ന് പറയണല്ലോ. വാട്സപ്പ് ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പം റേഞ്ച് വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അറിയോ? ഇവിടെ ജസ്റ്റ് ഒന്ന് എയർപ്ലെയിൻ മോഡിലിട്ടിട്ട് തിരിച്ചാക്കുമ്പോൾ ചിലപ്പോൾ വരാം. നോക്കാം. അതാ ആക്റ്റീവായിട്ടോ. ഫുൾ ആക്റ്റീവായിട്ടുണ്ട്. നമ്മളെ ഇന്നലെ വിട്ട കുറേ മെസ്സേജുകളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ ഞാൻ വിട്ട മെസ്സേജാണ്. അപ്പോൾ നമ്മളതാ കാണുന്നത് നമുക്ക് ഇറങ്ങാനുള്ള നമ്മുടെ ബോട്ട് ജെട്ടിയായിട്ട് കാണുന്നത്. ഇവിടെ നമ്മൾ ഇറങ്ങും. അപ്പം നേരെ മുമ്പിൽ കാണുന്ന ലൈറ്റ് ഹൗസ് കണ്ടില്ലേ? കവരത്തിലെ ലൈറ്റ് ഹൗസാണ് കാണുന്നത് കേട്ടോ. ഇത്രയും ആൾക്കാർ കാണാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. നല്ല സൗണ്ട്, എൻജിൻ്റെ സൗണ്ട് കാണുന്നത്. എല്ലാവരും ആ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ത്രില്ലിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കപ്പൽ സ്റ്റേ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഒരുപാട് ടാങ്ക് പോലുള്ള സംഭവം ഉണ്ട് അവിടെ. 1, 2, 3 ഈ 3 സ്ഥലങ്ങളിൽ വന്നിട്ട് ഈ കപ്പൽ ഇങ്ങനെ അടുക്കിട്ടോ. അതായത് നേരെ ആ ജെട്ടി പോയി തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ആകുമ്പം കപ്പലിന് യാതൊരുവിധ ഡാമേജും സംഭവിക്കില്ല. അപ്പോൾ ഈ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടില്ലേ, ഇതൊക്കെ ആരെങ്കിലുമൊക്കെ സ്പോൺസർമാരായിരിക്കും. നമ്മുടെ ക്രെയിനൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ കോണി ഉണ്ടല്ലോ, കോണി ഇതാ നമ്മളെ കപ്പലിലേക്ക് സെറ്റ് ചെയ്യണം. അതിന് മാത്രമല്ല ഈ നമ്മുടെ കോണി ഇങ്ങനെ വലിച്ചടിപ്പിക്കുന്നുണ്ട് കേട്ടോ. പാസഞ്ചേഴ്സ് അങ്ങനെ ഇറങ്ങി തുടങ്ങി. നമുക്കും ഇറങ്ങാൻ സമയമായി. അപ്പോൾ ഇങ്ങനെ താഴെ പോയിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഷിപ്പിൽ നിന്ന് ഇറങ്ങാൻ കേട്ടോ. എല്ലാവരും ഉണ്ട് നമ്മുടെ കൂടെ യാത്രയിൽ. കുറേ ആൾക്കാർ ഇവിടെ തന്നെ ഇറങ്ങുന്നത്. ഒരുപാട് ദ്വീപിലേക്ക് ആൾക്കാരുണ്ട്. ഇത് കണ്ടോ, ഓരോരുത്തരായിട്ട് ഇറങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ആ ഒരു ആഗ്രഹം പൂവണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദ്വീപിലേക്ക് കാലിൽ ചവിട്ടാൻ പോവാണ് കേട്ടോ. നമ്മൾ സ്റ്റെപ്പിൻ്റെ അവസാന പടിയും ചവിട്ടി. മാഷാ അല്ലാഹ്. നമ്മളെ കൂടെയുള്ള യാത്രക്കാരൊക്കെ അതങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ സ്പോൺസറെ കണ്ടേ, നമ്മളെ സ്പോൺസർ ഇവിടെ ഉണ്ട്.
അസ്സലാമു അലൈക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പോൺസർ. അപ്പോൾ നമ്മുടെ സ്പോൺസർ ആയിട്ടുള്ള ആളാണ് നമ്മളെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്ത ആളാണ്. പേര് തംജിത് ഖാൻ കേട്ടോ. എങ്ങനെ വന്നേ? ബൈക്കിൽ. ശരി. അപ്പോൾ ഇവരുടെ ഒരു സ്പോൺസർഷിപ്പിലാണ് നമ്മളിവിടെ എത്തിയത്. അപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. കാരണം വെച്ചാൽ വന്നിറങ്ങിയല്ലേ ഉള്ളൂ. അപ്പോൾ അടിപൊളി കേട്ടോ. ഇപ്പം എണീറ്റുള്ളൂ. അത് ശരി. വിളിക്കാൻ പറ്റില്ലല്ലോ ഇതാട്ടാ, ഇതാണ് നമ്മളാള്. നമ്മള് സ്പോൺസറെ ചോദിച്ചു, കുറെ ചോദിച്ചു, ആളെ പറയാൻ അറിയണ്ടേ. നമ്മളെ സ്പോൺസറെ കൂടെ പോട്ടെ, ജീപ്പിലോട്ട് പോട്ടെ. വീട്ടിൽ നിന്ന് പോകണമെന്നു. അപ്പോൾ നമ്മൾ കവരത്ത് ജീപ്പിൽ പ്രവേശിച്ചു കേട്ടോ. അവിടെ ചെക്കിങ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ബ്രോൻ്റെ ബുള്ളറ്റാണ് കേട്ടോ. LD01 A35-4. അങ്ങനെയല്ലേ. 10,000 കഴിഞ്ഞാൽ പിന്നെ വരും അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ ജീവിതത്തിന് ശേഷം ഫസ്റ്റായിട്ട് വണ്ടിയിൽ കയറി. അതും നമ്മുടെ ബ്രോൻ്റെ ബുള്ളറ്റിൽ കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ദ്വീപിൻ്റെ വിശേഷങ്ങൾ കാണാം. ചെറിയ റോഡ്, നമ്മുടെ നാട്ടിലെ പോലെ തന്നെ വീതിൻ്റെ റോഡ്. പക്ഷേ റോഡുള്ളത് നല്ല അടിപൊളി റോഡാണ്. കോൺക്രീറ്റ് ഒക്കെ ചെയ്തൊരു സൂപ്പർ റോഡ്. ഇവിടെ എല്ലാ റോഡും ഇത്ര വീതി കിട്ടത്തില്ല. അധികാരം ഉണ്ടാവില്ല അല്ലേ? നല്ലൊരു മുഹൂർത്തത്തിൽ നമ്മൾ ഇറങ്ങി. ഞാൻ സൺറൈസ് കാണാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് സ്ലിപ്പ് അടിച്ചത്. അത് രാവിലെ എത്തി. ഞാൻ പറഞ്ഞില്ലേ, രാവിലെ എത്താൻ രാവിലെ ഇപ്പോൾ എത്തിയില്ലേ ഒരു ടൈം. ആ ടൈമിൽ എത്താൻ വേണ്ടിയിട്ട് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവർ ഓടിക്കും. ശരി, അങ്ങനെ ഈ ടൈമിൽ എത്താൻ വേണ്ടി കറക്റ്റ്. ഇവിടെ നിന്ന് ലോഡിങ് ഒക്കെ കഴിഞ്ഞിട്ട് അകത്തിയിൽ പോകും. അവിടെ നിന്ന് ലോഡിങ് ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങനെയല്ലേ? പറ്റും. ഇതാണ് മെയിൻ അല്ലേ? ഓക്കെ. അതായത് നമ്മളിവിടെ വന്ന് ഇറങ്ങിയ സ്ഥിതിക്ക് റൂമിലായിട്ട് ഫ്രഷൊക്കെ ആയതിന് മുമ്പ് ജസ്റ്റ് നമുക്ക് കവരത്തി ഒന്ന് കറങ്ങിക്കാൻ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെ ബ്രോ വണ്ടി എടുത്തിട്ട് എടുക്കോ പോവാ. കവരത്തി ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി പോവാണേ. നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. വണ്ടി ബുള്ളറ്റാണ്. ബുള്ളറ്റിൽ പറക്കുന്ന ആൾക്കാരാണ്. നേരത്തെ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്താണ്, പക്ഷേ ആ ബാറ്ററി ഒക്കെ കഴിഞ്ഞുകൊണ്ട് വീണ്ടും റീസ്റ്റാർട്ടിങ് ആണ്. അപ്പം നമ്മളെ സ്പോൺസറിനായ ബ്രോ ആണ്. അപ്പം ഇവൻ്റെതായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ജംഗ്ഷൻ എന്താ പറയുക? ഇത് മെയിൻ ജംഗ്ഷൻ അല്ലേ? ഇതാണ് ജംഗ്ഷനാണ്. അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് പോകാൻ പറ്റിയത്. അപ്പോൾ നമ്മൾ മെയിൻ പോർട്ടിലേക്ക് പോവാണ്. ഇത് ഓട്ടോ സ്റ്റാൻഡ്. ഓട്ടോ സ്റ്റാൻഡ്. ഇത് നമ്മുടെ പോർട്ട് അല്ലേ? വണ്ടി ഇറക്കുന്നത്. ഓക്കെ. അപ്പം ഇവിടെ ആണ് പോർട്ട് കിടക്കുന്നത് കേട്ടോ. വണ്ടികളൊക്കെ സെറ്റാക്കി കിടക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് തിരിച്ചു പോലും ഇവിടുന്നല്ലേ ബ്രോ? ഇവിടെ നിന്നാണ് നമ്മൾ തിരിച്ചു പോകട്ടെ. നാട്ടിലേക്ക് പോലും ഇവിടെ നിന്നാണ്. കയറി വരുന്നത് വേറെ സ്ഥലമാണ് നമ്മൾ ആദ്യം കണ്ടേ. പിന്നെ ലക്ഷദ്വീപിലെ പെട്രോൾ പമ്പ്, ഇന്ത്യൻ ഓയിലിൻ്റെ ഒരു പമ്പ് ആയിട്ടുണ്ട്. ഇവിടെ പെട്രോൾ വളരെ സുലഭമാണോ അതോ വളരെ റിസ്ക് ആണോ? റിസ്ക് ആയിട്ട് അങ്ങനെയൊന്നുമില്ല. കാരണം ഈ തീർന്നാൽ ഇങ്ങോട്ട് എത്താൻ ഒരു ഇതുണ്ട്. അവനാണ് പറഞ്ഞത്. ഓക്കെ. ഇവിടെ തീർന്നാൽ ഇങ്ങോട്ട് എത്താനാണ് ഒരു പ്രശ്നം. ഓക്കെ. പിന്നെ നേരത്തെ ഞങ്ങൾ എല്ലാം ഷൂട്ട് ചെയ്ത് പ്ലാൻ ചെയ്ത് വെച്ചായിരുന്നു, ഒക്കെ പോയി. അപ്പോൾ രണ്ടാമത് പറയുകയാണേ, ഞങ്ങൾ രണ്ടുപേരും ഹെൽമെറ്റ് വെച്ചില്ല. അപ്പോൾ അതിൻ്റെ കാരണമുണ്ട്. അതായത് നമ്മൾ ലക്ഷദ്വീപിൽ വന്നിട്ട് ഇവിടെ ഒരു 30 സ്പീഡിൽ മേലെ നമ്മൾ വണ്ടി ഓടിക്കില്ല അല്ലേ? അപ്പോൾ വളരെ എന്താ പറയുക, സേഫ് ജേണിയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഹെൽമെറ്റിൻ്റെ ആവശ്യം വരുന്നില്ല. വേണമെങ്കിൽ വെക്കും ചെയ്യാം കേട്ടോ.
അപ്പോൾ നമ്മൾ ഷിപ്പിൽ ഇതിപ്പോൾ എവിടെ കണ്ടാലും നിങ്ങളാണല്ലോ ആണല്ലേ. ഇത് നമ്മൾ കൊണ്ടുവന്ന ഇത് ഇവിടെ ഉള്ള ആളാണോ? നാട് വന്നാ നിങ്ങൾ എവിടെ സ്ഥലം? എറണാകുളം. ആ ഓക്കെ ഓക്കെ. ജസ്റ്റ് പരിചയപ്പെടാം, പേരും പറഞ്ഞോ. അനന്തു. എന്താ ചെയ്യണേ? മാർക്കറ്റിംഗ്. ഇവിടെ പ്രണവ് എന്താ ചെയ്യണേ? ആ അപ്പോൾ പൊളിക്കും ഇവിടെ. അപ്പോൾ ഓക്കെ പോയി. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് കാണട്ടെ, നിങ്ങളുടെ നാടൊന്ന് കാണട്ടെ ആദ്യം. ഞാനും മലപ്പുറം, ചാല ബേസ് വേൾഡ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണട്ടെ. ഓക്കെ ഓക്കെ. ക്യാമറ ഒന്ന് സെറ്റാക്കണം നമുക്ക്. ആ ഉണ്ട്. അവരിപ്പോൾ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സ് ആവും. അപ്പോൾ നമ്മൾ ബീച്ചിൻ്റെ ഒരു സൈഡിലൂടെയാണ് നമ്മൾ റോഡ് വന്നിട്ടുള്ളത്. റോഡ് എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റിൻ്റെ നല്ല പവർഫുൾ റോഡ്. നമ്മുടെ നാട്ടിലെ കോൺക്രീറ്റ് പോലെ അല്ല കേട്ടോ, നല്ല ഈട് നിൽക്കുന്ന കോൺക്രീറ്റ് തോന്നുന്നു അല്ലേ? ഒരുപാട് കാലം പഴക്കമുള്ള റോഡല്ലേ? എല്ലാവർക്കും ഒരു നമ്പർ വിട്ടിനാ കിട്ടിയാ അത് വിട്ടുകൊടുത്ത അയാളായി ഇല്ല പോലും. ഒരു നമ്പർ വിട്ടിനെ ഈ നമ്പർ അടിച്ചു പിടിച്ചോ. ഇവരുടെ ലാംഗ്വേജ് ഭയങ്കര രസമായിട്ട് നമുക്ക് കേൾക്കാനായിട്ട്, നമുക്ക് മനസ്സിലാവില്ലെങ്കിലും. നാട്ടുകാരെ പരിചയപ്പെടാം. അസ്സലാമു അലൈക്കും. ഞാൻ നാടൊന്ന് കാണാൻ വന്ന. ഞാനും മലപ്പുറം. സുഖല്ലേ? ഓക്കെ. ജോലിക്ക് പോയില്ലേ? ആ യൂട്യൂബ്. ജോലിക്ക് പോയില്ലേ? ഫിഷിങ് പോകാൻ നിൽക്കണ? ആ ശരി ശരി ശരി. ഓക്കെ എടുത്തന്നെ, ഞാൻ 10 ദിവസം ഇവിടെ തന്നെ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. കാണാം. ഓക്കെ ഓക്കെ ശരി. അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്രെയിം കണ്ടില്ല നമ്മൾ എല്ലാവരും വീഡിയോയിൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. അത് കടലും നമ്മുടെ ഈ കരയും പടം ഒരുമിച്ച് നിൽക്കുന്ന ഈ ഒരു നല്ല കിടിലൻ ഫ്രെയിം. ഇത് എവിടെ നോക്കിയാലും ഇവിടെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ബീച്ച് വോളിബോൾ കളിക്കുന്ന സ്ഥലം അല്ലേ? കോർട്ട്. ഓക്കെ ഓക്കെ. പല ഗെയിമുകളുണ്ടല്ലോ അവിടെ. ഓ അമ്മക്ക് ഇവിടെ ഫുട്ബോളിന് എങ്ങനെയാ? ഫുട്ബോളാണ് ഏറ്റവും ടോപ്പായിട്ട് ഫാൻ ബേസ് ഉള്ളത് ഇവിടെ. ഓ ഇവിടെ നല്ല നല്ല ടീമൊക്കെ ഉണ്ട്, പ്ലേയേഴ്സ് അവിടെ കണ്ടില്ലേ കട്ടൗട്ട് വെച്ചത്? ഇവിടെ നല്ല ടീമൊക്കെ ഉണ്ടാ. ഓ നല്ല ടീമൊക്കെ ഉണ്ട്. പുറത്തേക്ക് വരും അവര്? ഇവിടെ മാത്രമേ കളിക്കൂ? ഇപ്പൊ ജസ്റ്റ് കളിക്കാൻ പോയിട്ട് വന്നേ ഉള്ളൂ. ഇന്റർവെല്ലിന്റെ അങ്ങനെയൊക്കെ ഇന്റർവെല്ലിന്റെ സെലക്ഷൻ ആയിട്ടുള്ളൂ. ആ ശരി. ബേസ് വേൾഡ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ബ്ലോഗർമാർക്ക് നല്ല മാർക്കറ്റാണ് തോന്നുന്നു അല്ലേ? ആ ഇല്ല, കാരണം അവർക്കും ഒന്ന് ഇതാകാനുണ്ടോ കാണാനായിട്ട്. ശരി ശരി. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മുടെ ചെറിയ തോണികളും ചെറിയ ബോട്ടുകളും ഒരു കവലയിൽ എത്തിയിട്ടുണ്ട്. ഇല്ല നാട്ടിൽ നിന്ന് അക്കേരിയ അവിടെ ഇവരുടെ ലാംഗ്വേജ് സ്ലാഗ് നല്ല രസമായിട്ട് കേൾക്കാനായിട്ട്. നമുക്ക് മനസ്സിലാവില്ലെങ്കിലും ചെറിയ രീതിയിലൊക്കെ മനസ്സിലാവും. മലയാളം, തമിഴ്, പല ഭാഷകളും കലർന്ന ഭാഷയാണ്. ലിപി ഇല്ലല്ലോ. ഇപ്പഴേ അറിയാൻ തോന്നുന്നു. ഞാൻ വേണ്ടേ ഹംദോദി മെല്ലെ ബലിച്ചൂട് തണ്ട് തണ്ണിക്ക് മുക്കി നീണ്ട് ബലിച്ചൂട് നാളെ വെള്ളക്കും പിന്നെ നാട് പിടിക്കോണം അല്ലാ തുണച്ചെങ്കിൽ നാട്ടാരെയും കാണണം ബിസ്മിയും ഹംദോദി മെല്ലെ ബലിച്ചൂട്. നമ്മളിപ്പോൾ എത്തിയത് ഒരു കഫേയുടെ മുമ്പിലാണ് കേട്ടോ. കഫേ എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല അടിപൊളി സീ ഫുഡും അതുപോലെ മറ്റേ എല്ലാ നോൺ വെജ് ഫുഡും കിട്ടുന്നൊരു നല്ല കിടിലൻ ഒരു സ്പോട്ടായിരുന്നു. ഇവിടെ നല്ല ഫോറിനേഴ്സൊക്കെ വന്നിട്ട് ഇവിടെ നല്ല പോലെ എൻജോയ് ചെയ്തൊരു സ്ഥലമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോൾ ഇവിടെ ഇതില്ല അല്ലേ? അപ്പോൾ ബ്രോ അത് നമുക്ക് പറയണ്ട, അത് ചെറിയൊരു ഇത് അല്ലേ, ഡിഫിക്കൽട്ട് ചെറിയ പ്രശ്നം കൊണ്ട് അത് പൂട്ടിപ്പോയി. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ ചെറുതായിട്ട് ബീച്ചിലേക്ക് ഒന്ന് ഇറങ്ങാം കേട്ടോ. ബീച്ച് കാണാൻ വേണ്ടിയിട്ട് ആണല്ലേ? നമ്മൾ ദ്വീപിലൊരു ഗായകനെ കണ്ടുമുട്ടിയിട്ടുണ്ട്. ആണല്ലേ? അസ്സലാമു അലൈക്കും. നമ്മൾ കരയിൽ നിന്ന് വന്ന കേരളത്തിൽ നിന്ന് വന്ന
ആ നിങ്ങളെ കാണാൻ വന്ന എന്താ വിശേഷമൊക്കെ? വിശേഷം എന്ന് പറഞ്ഞാലേ ആ നമ്മളേ ഇക്കനെ കാണാൻ വന്നെന്തിനാ അറിയാം, ഒരു പാട്ട് നമുക്ക് കേൾക്കണം. ഒരു പാട്ട് പാടാം നമുക്ക്, ദ്വീപിലൊരു പാട്ട് പാടാം. ഇവിടെ എൻ്റെ പാട്ട് പാടാൻ വിരിമാറിൽ വിലസും തിരമാലകൾ തൊട്ടു തലോടും നദീപൂ മുത്തുനബി ഭക്തന്മാർ ഭാഗിച്ചെടുത്ത അമേനിയകത്തി യാന്ത്രോത്തു കവറത്തി ചമ്മേ വിലസും കൽപ്പേനി കിളുത്തൻ കടമത്തും ചത്തിലാത്തും ബിത്തിരയും കൂടി 10 ദ്വീപുമിനിക്കോയി ചേർത്തു 19 ദ്വീപിലും 10 എണ്ണൻ മാത്രം ഒത്തൊരുമിച്ചേരികളായി അങ്ങോളമിങ്ങും കടലിൻ്റെ മക്കൾക്ക് നീന്തിക്കളിക്കാൻ കടലമ്മ നൽകിയ നല്ല ഗുണുണ്ട് കരയോടും ദ്വീപോടും ബന്ധം പുലർത്താൻ കരിതുപ്പിപ്പായുന്ന കപ്പലുകളുണ്ട് കേന്ദ്ര ഭരണത്തിൻ. അപ്പൊ എന്തായാലും ബ്രോ അടിപൊളി പാട്ടായിരുന്നല്ലേ, സൂപ്പർ. അപ്പൊ ദ്വീപിലെ ഒരു എന്താ പറയാ ഒരു നിമിഷ കവിയാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഇക്കനെ കൊണ്ടുവരാട്ടോ. അപ്പൊ ഞങ്ങൾ ആ ബീച്ചൊന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയാണ്. അത് കാണിച്ചതിന് മുമ്പ് നിങ്ങൾ ആദ്യം ഇവിടുത്തെ വെള്ളം ഒന്ന് കാണട്ടോ. ഇതെന്തേക്കാ, ഇതെന്ത് സംഭവം? തൊടാൻ പറ്റുമോ? ഓ ഓ നല്ല വെയിറ്റ് ഉണ്ടല്ലോ അല്ലേ. ഇത് അവിടെ പോണം, ഇതിന്റെ ജീവനുള്ള സാധനം കാണണമെങ്കിൽ. ആ ഇത് ജീവനുള്ള സാധനമായിരുന്നോ? ആ ഇത് വളർന്നു വരുന്ന വെള്ളത്തിൽ ഇത് എടുക്കാൻ പാടില്ല സംഭവം ആണല്ലേ. അപ്പോൾ നമ്മൾ വീഡിയോയിൽ പ്രൊമോട്ട് ചെയ്യണ്ട. അപ്പോൾ ഇവിടെ തന്നെ കേട്ടോ. അപ്പോൾ ഏതായാലും സംഭവം ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാൻ പറ്റൂലേ. വെള്ളത്തിനടിയിൽ ഒരുപാട് സംഭവമുണ്ട് നമുക്ക്. നോക്ക് നിങ്ങൾ വെള്ളത്തിന്റെ കളർ നോക്ക്. ആ ഇത്ര അടുത്ത് വരെ മീൻ കിട്ടൂലേ, ചെറിയ മീനൊക്കെ ഉണ്ട്. സംഭവത്തിൽ ഈ വെള്ളം ഉപ്പ് വെള്ളം ആയിപ്പോയി ഒറ്റ കുറവേ ഞാൻ കണ്ടിട്ടുള്ളൂ അല്ലേ. നല്ല എന്താ തെളിവ് നോക്കി നിങ്ങൾ, സൂചി വീണാ വരെ നമുക്കൊന്ന് എടുക്കാൻ പറ്റും. അത് പ്രശ്നമില്ല. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇത് കാണാൻ വേണ്ടി ഇറങ്ങിയ കേട്ടോ. നമ്മുടെ കവരത്തി കാണാൻ വേണ്ടി ഇറങ്ങിയ സമയത്ത് ജസ്റ്റ് ബീച്ച് കണ്ടു. ബീച്ചിലെ മണൽ കണ്ട നിങ്ങൾ വെള്ള കളർ. ഈ വെള്ള കളറിനെ കുറിച്ച് ഒരു പാട്ട് തന്നെ നമ്മൾ ദ്വീപിൻ്റെ ഒഫീഷ്യൽ സോങ് ആയിട്ട് ഒരു പാട്ട് തന്നെ വന്നിട്ടുണ്ട്. കണ്ടോ വെള്ള കളർ മണൽ, സൂപ്പർ. നമുക്ക് തിന്നാൻ തോന്നും അതുപോലത്തെ കളറാണ്. അല്ല എന്നെ പോലെ ഫസ്റ്റ് കാണുന്ന ആൾക്കാരൊക്കെ ഇത് കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആവും. കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഫുള്ള് ചെളിയാണ്, വേസ്റ്റ് കൂടുതലാണ്. ഇവിടെ വേസ്റ്റ് ഇല്ലല്ലോ. ഇത് നമ്മുടെ വീട് പണിക്കായിട്ട് എടുക്കുന്ന കല്ല്. ഇത് ഇവിടെ നിന്ന് കിട്ടും, ഈ എഡ്ജിന്ന് കേട്ടില്ലേ. വെള്ളം എടുക്കുന്ന സ്ഥലത്ത് അതിന്റെ നല്ല ഷേപ്പുള്ള കല്ലൊക്കെ കിട്ടും. ഏതായാലും ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ടൈമിലൊക്കെ നമുക്ക് ഇങ്ങനത്തെ സാധനം ഒരുപാട് കാണാനുണ്ട്. മാത്രമല്ല ഞാൻ വേറെ കാര്യം പറയട്ടെ, ഇതാണ് നമ്മുടെ സ്പോൺസർ. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇവരെ കുറിച്ചൊരു വീഡിയോ തന്നെ വേറെ ചെയ്യുന്നുണ്ട്. കാരണം എങ്ങനെ ദ്വീപിലോട്ട് വരാം, അതല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ദ്വീപിലേക്ക് പെർമിറ്റും കാര്യങ്ങളൊക്കെ കിട്ടും എന്നൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഇവനാണ് സത്യം പറഞ്ഞാൽ ഒരാഴ്ചത്തെ ബന്ധമല്ലോ നമ്മളുള്ളൂ. 1 വീക്ക് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഇവിടെ ഞങ്ങൾ സെറ്റായത് കേട്ടോ. വേറെ ആൾ മുഖേന ഇവനെ പരിചയപ്പെട്ടു, അങ്ങനെ പെട്ടെന്ന് ഇവൻ സെറ്റാക്കി തന്നു. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങോട്ട് വരാം കേട്ടോ. വളരെ കുറഞ്ഞ ചിലവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യും. നിങ്ങൾ ഇനിയുള്ള വീഡിയോസ് നിങ്ങൾ മിസ് ചെയ്തില്ലേ. ജസ്റ്റ് ബ്രോ പേരും പറഞ്ഞേ, തംജീദ് ഖാൻ അല്ലേ. അപ്പോൾ നമ്മൾ തംജീദ് ബ്രോ ആയിരിക്കും നമ്മളെ ഇനിയുള്ള അങ്ങോട്ടുള്ള എല്ലാ കാര്യവും കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ഞാൻ നിങ്ങൾക്ക് പെർമിറ്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യവും നമ്മൾ സെറ്റ് ചെയ്യും. അത് മാത്രമല്ല നമ്മളെ വീഡിയോ എല്ലാവരും എല്ലാ വീഡിയോസും കാണാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഒരു പെർമിറ്റ് എൻ്റെ വക നമ്മളെ ഗിവ് അവേ നൽകുന്നുണ്ട്, ടിക്കറ്റ് നൽകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട്, അത് വിജയിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ എല്ലാ വീഡിയോസിന് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതോടൊപ്പം നിങ്ങളെ പേരും നിങ്ങൾ മെൻഷൻ ചെയ്യുക. ബാക്കി കാര്യങ്ങളൊക്കെ ഈ വീഡിയോൻ്റെ അവസാനം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഈ വീഡിയോ കാണുന്നവർക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കും തീർച്ചയായിട്ടും. മാത്രമല്ല നമ്മളെ വീഡിയോ കൊണ്ടുവരുന്നവർക്ക് സ്പെഷ്യലായിട്ട് ഇവിടെ. പിന്നെ മാത്രമല്ല ഇവർ എന്താ പറയുക, ഇവിടെയൊക്കെ ചെറിയ ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവരുടെ ജോലിയും അതിന് അവരുടെ വീടും ഒക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ കണ്ടോ, എന്നിട്ട് വരാൻ താല്പര്യമുള്ളവർ ഞാൻ പറഞ്ഞ പോലെ ചെയ്യണം കേട്ടോ. ഓക്കെ. സമയം ഇപ്പോൾ 9 മണി ആവുന്നല്ലോ കേട്ടോ. നൈസ്. ഇതുവരെ സൂര്യൻ വന്നില്ല തോന്നുന്നു അല്ലേ. സൂര്യനെതിരെ കണ്ടില്ല കേട്ടോ. 9 മണിയായി. അപ്പോൾ അപ്പുറത്ത് വന്നിട്ടുണ്ടാവും അല്ലേ, കുതിച്ച് വന്നിട്ടുണ്ടോ. അവിടെ അങ്ങനെ ചെറിയൊരു പ്രകാശം കാണുന്നുണ്ട്. എന്തൊക്കെ വീടല്ലോ ബ്രോ, വീടല്ലോ ഇതൊക്കെ? ഇത് ലോഡ്ജും വീടും ലോഡ്ജൊക്കെ പാടെ കൂടി അല്ലേ. ഇത് കമ്പ്യൂട്ടർ സെന്റർ ഒരു വീട് ലോഡ്ജ് എല്ലാം പാടെ കൂടിയതാണ്. ഇത് കമ്പ്യൂട്ടർ സെന്റർ കഫേ അപ്പോൾ അല്ലേ. ഇത് കോസ്റ്റ്ലി നല്ല റൂമുകളൊക്കെ അല്ലേ. അങ്ങനെ വീണ്ടും നമ്മളൊരു ഓക്കെ.
മോദി മെല്ലെ ബലിച്ചൂട് തണ്ട് തണ്ണിക്ക് മുക്കി നീണ്ട് ബലിച്ചൂട് നാളെ വെള്ളത്തെ ഉണ്ടല്ലോ നമ്മളെ തനിക്ക് നമുക്ക് ഒരിടം പിന്നെ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനാണ് കേട്ടോ. അത് ഈ പോലീസ് സ്റ്റേഷൻ ഒരുപാട് വീഡിയോയിലും ഒരുപാട് ആൾക്കാരും എന്താ പറയുക പറഞ്ഞൊരു പോലീസ് സ്റ്റേഷനാണ്. അത് കാരണം എന്താ ബ്രോ, കുറ്റവാളികളില്ല അല്ലേ? കുറ്റവാളികളില്ലാത്ത പോലീസ് സ്റ്റേഷൻ, ടൈം റെക്കോർഡൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ഈ ലോക്ക്ഡൗണിന്റെ ടൈമിൽ ചെറുതായിട്ട് ആ ഒരു പ്രശ്നം കൊണ്ട് മാത്രം പുറത്തിറങ്ങാൻ സമ്മതിക്കാണ്ട് കുറേ അകത്തിട്ട് അങ്ങനെ ചെറിയൊരു ഇഷ്യൂ ആയിട്ടുണ്ട്. അത്രേ ഉള്ളൂ, അല്ലാതെ ക്രൈമായിട്ടൊന്നുമില്ല. ഇല്ല, ക്രൈമായിട്ട് ക്രൈം ഇല്ലാത്തൊരു ഏരിയ തന്നെയാണ് നമ്മൾ. ഇപ്പോൾ ജയില് ആരുമില്ല, ഖാലിയാ ജയില് ഒഴിവാണ്. പിന്നെ മെയിനായിട്ട് തെങ്ങുകളാണല്ലേ ഏറ്റവും ടോപ്പിൽ. ഏറ്റവും അധികം തെങ്ങാണ്. തെങ്ങ് നോക്ക്, തെങ്ങിൻ്റെ ഒരു ഏരിയയാണ് ഇവിടെ കാണുന്നത്. കാരണം ഫുള്ളായിട്ട് ചൂട് തണ്ട് തണ്ണിക്ക് മുക്കി നീണ്ട് ബലിച്ചൂട് നാളെ വെള്ളക്കും പിന്നെ നാട് പിടിക്കോണം അല്ലാ തുണച്ചെങ്കിൽ നാട്ടാരെയും കാണണം. ബലി ബലി ഓഹോ ഓഹോ ഓഹോയ് ബലി ബലി ഓഹോ ഓഹോ ഓഹോയ് ബലി ബലി ഓ ബേലമ്മ ഓ ബേലമ്മ ഓ ബേലമ്മ മാമാ ഏലാബയ്യോ ഓ ബേലമ്മ ഓ ബേലമ്മ ഓ ബേലമ്മ മാമാ ഏലാബയ്യോ ബലി ബലി അന്തറങ്ങാലിയും ആഞ്ഞ് ബലിച്ചൂട് 6 ബലിക്കുണ്ടേ വേഗത്ത് പോകണം ആറ്റക്കനീയകാരകായമോ അല്ലാ തുണച്ചാൽ സലാമത്താകും. ആ അപ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു കാഴ്ച ഉണ്ടോ നമുക്ക്. ബീഫ് അടിപൊളിയായിട്ട് ഇറച്ചി വിൽക്കുന്നത്. ആയിക്കാ എത്ര കിലോന് എത്ര വില? 400. ഓ തരല്ലേ? അപ്പോൾ ഇറച്ചി വിൽക്കുന്ന സംഭവം കേട്ടോ. ഇറച്ചിയാണ് കാണുന്ന വണ്ടിയിൽ. ഓക്കെ, മീനൊക്കെ ഇങ്ങനെ തന്നെയല്ലേ വരിക? ചിക്കനും ഒക്കെ? ചിക്കൻ ഇങ്ങനെ വരത്തില്ല. ചിക്കന് ഞാൻ കാണിച്ചുതരാം. ഷോപ്പില്ല, റോഡ് സൈഡിൽ കൂടാക്കിയിട്ട്. ഓ അവിടെ പിന്നെ മീന് അധികം കിട്ടുന്ന ടൈമിൽ ഇതുപോലെ ടമ്പോയിൽ കൊണ്ടുപോയി എല്ലാ വീട്ടിലും എത്തിച്ചു കൊടുക്കും. അങ്ങനെ അല്ലേ? ഇതാണ് താങ്ക് യു. ചെക്ക് പോസ്റ്റ് അല്ലേ? താങ്ക് യു. ഓക്കെ, വണ്ടികളല്ല, വണ്ടി ഇവിടെ ഉണ്ട് അല്ലേ? ഓ വണ്ടി അത്യാവശ്യം വണ്ടിയൊക്കെ ഉണ്ട്. ഇത് റെസ്റ്റോറൻറ്റ് അത്യാവശ്യം കോസ്റ്റ്ലി. ഇവിടെ വൈകിട്ടാണ് ആളുകൾ എത്താറ്. വൈകിട്ട് നല്ല ആൾക്കാരുണ്ടാവും അല്ലേ റോഡിൽ എല്ലായിടത്തും? ഓ എല്ലായിടത്തും ആളുണ്ടാവും. ഈ സൈഡും കാണാം. ഓക്കെ ഓക്കെ, 2 ഭാഗം കാണാൻ പറ്റും. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതോ അവിടെ കണ്ടില്ലേ ഒരു സംഭവം, എല്ലാ വീഡിയോയിലും കണ്ടല്ലോ, ഷിപ്പ് തകർന്ന് പോയി ഒരു സംഭവം. അവിടെ കേട്ടോ സംഭവം നമുക്ക് കാണണം. ഇവിടെ ഇപ്പോൾ ഞങ്ങളിങ്ങനെ സൈഡിൽ വന്നിട്ടുണ്ട്. ഡ്രോൺ ഒന്ന് പറത്തി നോക്കണം. ഇനി കുറച്ച് ഡ്രോൺ വിഷ്വൽസ് നോക്കാം. കാരണം ഇപ്പോൾ വേലി ഇറക്കായിട്ടാണ് അങ്ങനെ ഇറങ്ങിപ്പോയി അല്ലേ? ആ ബാർക്ക് ഉണ്ടല്ലോ അതിന്റെ അവിടം വരെ ഉണ്ട്. ഓ അവിടം വരെ ഇരിക്കുന്നു. ശരി ശരി. ബീച്ച് സൈഡിൽ ചെറിയൊരു നമ്മളൊക്കെ നാട്ടിൽ ഇരിപ്പിടം പോലെ ഉണ്ടാക്കി വെക്കുമല്ലോ, അതുപോലെ നമുക്ക് ബൈക്ക് ഓടിച്ച് പോകാൻ പറ്റിയൊരു ഏരിയ ഉണ്ട് ഇവിടെ. അതുവഴിയാണ് നമ്മൾ പോകുന്നത്. ഇവിടെ കപ്പിൾ വൈകുന്നേരം ടൈമിൽ വന്ന് ഇരിക്കുന്ന സ്ഥലം അല്ലേ? അടിപൊളിയായിരിക്കുമല്ലോ വൈകുന്നേരം. ആ ഓക്കെ ഓക്കെ. ഇവിടെ നമുക്ക് ഇങ്ങനെ എൻ്റർ ചെയ്യാൻ പറ്റൂലേ? ഇവിടെ നമുക്ക് അടക്കാൻ പറ്റില്ല. ഇങ്ങനെ കണ്ടുപോവാം അല്ലേ? കണ്ടുപോവാം. വരുന്നത് കുഴപ്പമില്ല. ഇവിടെ നിന്നാണ് ഹെലികോപ്റ്റർ
ഇവിടെ നിന്നാണ് നമ്മളെ സിനിമയിലൊക്കെ കണ്ട ഭാഗം ഇവിടെ വെച്ചല്ലേ? ഇവിടെ നിന്നാണ് എൻട്രി കടന്നുകൊണ്ട് പോകുന്നത്. ഓക്കെ ഓക്കെ. പോകുന്നുണ്ടോ അങ്ങോട്ട്? ഇല്ല വേണ്ട, അവിടെ ആൾക്കാരപ്പോ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ഹെലിപ്പാഡ്, നമ്മുടെ സിനിമയിലൊക്കെ കണ്ട സെയിം സ്പോട്ടാട്ടത്. വെൽക്കം കണ്ട ഇവിടെ ഇങ്ങനെ നോർമലായിട്ട് ഇവിടുത്തെ ആൾക്കാർക്ക് ഇവിടെ നോർമലായിട്ട് ഇങ്ങനെ ചുറ്റി കാണാൻ പറ്റും. നമുക്ക് ഒറ്റയ്ക്ക് കഴിയുമെന്ന് അറിയില്ല, എങ്കിലും ഇവനുള്ളതുകൊണ്ട് നോ പ്രോബ്ലം. ഇല്ല അല്ലേ? പിന്നെ ഇതാണ് RT ഓഫീസ് അല്ലേ? കവരത്തി RT ഓഫീസാണ് കണ്ട. ഇതൊക്കെ നിങ്ങൾ എല്ലാ വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും. എന്നാലും നമ്മളെ വക ഒരു പഞ്ചിരിക്കട്ടെ. ഓ ഡ്രൈവറാ ഇത്, ഹെലികോപ്റ്ററിലെ പൈലറ്റിന്റെ. അവരൊക്കെ ഡ്രൈവറാ അല്ലേ? ഡ്രൈവറാ. എല്ലാരും പിരിച്ചു വിട്ട കാരണം ഓരോരോ മേഖലയായിട്ട് ഇങ്ങനെ എല്ലാരും തപ്പിപ്പിടിക്കുന്നുണ്ട്. അത് ശരി. സോളാറിന്റെ ഇല്ലതല്ലേ? സോളാർ അല്ലേ? സോളാർ. ഓക്കെ. അപ്പോൾ ഈ ഒരു സൈഡ് മൊത്തം സോളാറാട്ടോ. നമ്മൾ വൈദ്യുതി ഉണ്ടാക്കുന്ന സ്ഥലം ഇവിടെയാണ്. പിന്നെ നമ്മളതാ പട്ടിൽജിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് പറഞ്ഞത്. താങ്ക് യു, ഒരു വെൽക്കം കൊടുത്തിട്ടുണ്ട്. കിട്ടുമെന്നറിയില്ല. അതിന്റെ മൊട്ട അടിപൊളി ഇവിടെ ഉണ്ടാവുമോ? ഇവിടെ ഇല്ല, അത് ഞാൻ കാണിക്കുന്ന സ്ഥലം. അത് സെപ്പറേറ്റ് ഒരു ദ്വീപ. ശരി. മണ്ണ് മാത്രമേ. ശരി. ഇവിടെ ഇപ്പം നമ്മൾ കാണണേ ഇവിടെ ഒരു സാധനം ഉണ്ട് കഴിക്കാനുള്ള. ഉണ്ടോന്ന് നോക്കാം. എല്ലായിടത്തും കിട്ടത്തില്ല. പിന്നെ പേരെന്താ? കുറുമട്ടക്ക എന്ന് പറയും. കുറുമട്ടക്ക. നമ്മുടെ നാട്ടിൽ എന്താണാവോ പേര്? ഉണ്ടാവോ സാധനം? ഉണ്ടായിരിക്കും. എനിക്കെന്താ പറയുക, എനിക്ക് അതിനെക്കാട്ടിലൊക്കെ ഇഷ്ടപ്പെട്ട ഇതാട്ടോ. ഇവിടുത്തെ ഓരോ കല്ലിന്റെ മാതൃക നോക്ക്. നോക്ക്, കല്ലൊക്കെ എന്തൊക്കെയോ ഒരു അമീബന്റെ ഒക്കെ പോലെ. ഇതിന് വെയിറ്റ് ഉണ്ടാകത്തില്ല. ഇവിടെ സൗണ്ട് നോക്ക്, ഇരുമ്പിൽ ടച്ച് ചെയ്യുന്ന പോലെ അല്ലേ സൗണ്ട് വരുന്നേ? ആ ശരി ശരി. ഉണ്ടോ? അപ്പോൾ ആദ്യമായിട്ട് ദ്വീപിലൊരു പഴം കഴിക്കാൻ പോവാണ്. എന്താണ് സംഭവം? ഇതിന്റെ പഴുത്തതിന് നല്ല ടേസ്റ്റ് ഉള്ളതാണ്. ഇത് നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ സംഭവം. പക്ഷെ ഇതിനെന്താ പറയാന്നറിയില്ല. എന്താ നോക്കട്ടെ സംഭവം. പണ്ട് ഇവിടെ ഫുള്ള് സാധനമായിരുന്നു. ഇത് പക്ഷികളൊക്കെ കഴിക്കൂലേ? പക്ഷികളും. ഇതാണ് സാധനം. എന്താ പേര് പറഞ്ഞേ? കുറുമട്ടക്ക. കുറുമട്ടക്ക. അപ്പോൾ ഇത് എന്താന്നുള്ള പേരറിയുന്നവർ, നമ്മുടെ നാട്ടിലെ പേരറിയുന്നവരൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മുടെ വീട്ടിൻ്റെ അടുത്തൊക്കെ ഉണ്ടായിരുന്നു പണ്ട് കാലത്ത്. ഇപ്പം ഉണ്ടോ അറിയില്ല. കഴിച്ചോക്കട്ടാ. അത് പച്ചയാണ്, അത്ര പഴുത്തിട്ടില്ല. ഇത് പണ്ട് ഒരുപാടുള്ളത്. അതിന്റെ ഇവിടെ ഉണ്ടാവുന്ന അപ്പുറത്ത് ഞാൻ പറഞ്ഞു സോളാറിന്റെ. പക്ഷെ ഇപ്പൊ പുളിയാ. ടേസ്റ്റ് ഉണ്ട് സംഭവം, പക്ഷെ പുളി പോലെ പഴുക്കണം അല്ലേ? ഇതിനേക്കാളും നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്താ ഇവിടെ വന്നിട്ട് ഇങ്ങനെ വൈകിയുള്ള സാധനമൊക്കെ പൊറുക്കി തിന്നണമെന്നുള്ളത്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ദ്വീപിൽ ഓരോ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാണിച്ചാൽ വേണ്ടിയിട്ടാണ്. അല്ല നമ്മളിത് കഴിച്ചിട്ട് ഭക്ഷണം കഴിക്കുന്ന പോലെയല്ല. പിന്നെ ഇവനൊരു ആശ്ചര്യം എന്നെ അങ്ങോട്ട് കൊണ്ടുവരാൻ. നിങ്ങൾ ആലോചിക്കണം തരോ, മനുഷ്യന്മാർ തമ്മിൽ ഞങ്ങളെ പോലെ ഒരു 1 വീക്കിൻ്റെ പരിചയം മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ വന്നപ്പോഴേക്കും ഞങ്ങൾ ഒരുപാട് കാലം കണ്ട് പഴക്കമുള്ള പോലെ അവൻ എന്നോട് പെരുമാറുന്നു. എൻ്റെ കാരണം എന്താണെന്നറിയോ? അതാണ് ദ്വീപുകാരുടെ ഒരു പ്രത്യേകത പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. ഉണ്ടാവും, പക്ഷേ ഇത്രയും ഡീപ്പായിട്ട് നമ്മളിങ്ങനെ കൊണ്ടു നടക്കുന്നു എനിക്ക് തോന്നുന്നില്ല. ഒരു പെർമിറ്റ് ഒപ്പിച്ചു വരുന്നു. കാരണം ഒരു പെർമിറ്റിന് വേണ്ടി ഞാൻ 2 വർഷമായിട്ട് ഇങ്ങനെ നടക്കുക. അത് ഒറ്റ ആഴ്ച കൊണ്ട് ഇവൻ സെറ്റാക്കി തന്നു. എല്ലാം വളരെ പെട്ടെന്ന്. ടിക്കറ്റിന് മാത്രമേ ഞാൻ കുറച്ച് വെയിറ്റ് ആയെങ്കിലും എല്ലാം സെറ്റായി. ഇവൻ്റെ തന്നെ ഒരു എന്താ പറയുക, ഇവൻ തന്നെ കുറേ സെറ്റാക്കി തരാൻ നോക്കി ടിക്കറ്റ്. പക്ഷേ ഭയങ്കര അല്ലേ അവൈലബിലിറ്റി കുറവാണ്. ടിക്കറ്റ് അവിടെ നിന്നായതുകൊണ്ട് അത്ര പിടുത്തമുണ്ടാവില്ല. ഇവിടെ നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും. പക്ഷെ അവസാനം ദ്വീപുകാരൻ്റെ തന്നെ സഹായത്തോടെ നമുക്ക് ടിക്കറ്റ് കിട്ടി കേട്ടോ. ജമാനിക്ക അറിയില്ലേ? ജമാനിക്കയുടെ ഒരു ഇതുകൊണ്ട് നമുക്ക് ടിക്കറ്റ് കിട്ടി. അപ്പോൾ ഏതായാലും ഇവിടെ എത്തി. ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടുത്തെ കാര്യങ്ങളും ഇവരുടെയൊക്കെ കാര്യങ്ങളാണ്. നമ്മളെ മാക്സിമം ഒഴിവാക്കിയിട്ട് ഇവരുടെ കാര്യങ്ങളാണ്. പറഞ്ഞ പോലെ തന്നെ വീഡിയോ എല്ലാവരും കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഇവിടെ നിർത്തല്ലേ. അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ദ്വീപിലേക്ക് ഒരാളെ കൊണ്ടുവരും. ഒരാളെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്രീ ആയിട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം വീഡിയോ നിങ്ങൾ ഒരു ഗ്രൂപ്പിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക. മാത്രമല്ല എൻ്റെയും ഇവൻ്റെയും ഇൻസ്റ്റാഗ്രാം ID ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഫോളോ ചെയ്യുക. പിന്നെ ജസ്റ്റ് ഒരു കമൻറ്റ് ഇട്ട് നിങ്ങളെ പേരൊന്ന് മെൻഷൻ ചെയ്യുക. ഇത്ര മാത്രം ചെയ്താൽ അതിൽ നിന്നും എടുക്കുന്നൊരു വിജയെ നമ്മൾ ഫ്രീ ആയിട്ട് കൊണ്ടുവരും അല്ലേ ബ്രോ? തീർച്ചയായിട്ടും ഇവൻ്റെ അടുത്തേക്കാണ് വരിക. മാത്രമല്ല അതല്ലാത്തവർക്ക് തന്നെ നമുക്ക് എന്താ പറയുക, ദ്വീപിലേക്ക് വരാനുള്ള അവസരം ഇവൻ്റെ നേതൃത്വത്തിൽ നമ്മൾ പെർമിറ്റുകൾ ആയിട്ട് നൽകുന്നുണ്ട്. അതും ഇവിടെ
ലക്ഷദ്വീപിൽ ആരും ചെയ്യാത്ത ഒരു ലോ പ്രൈസ് അല്ലേ? ഏറ്റവും ലോ പ്രൈസിൽ നമ്മൾ ചെയ്തു. ലോ പ്രൈസിൽ. അപ്പം ഇതുവരെ നിങ്ങൾക്ക് ലക്ഷദ്വീപ് കാണാത്തവർക്കും ഇനി കണ്ടവർക്കും കാണാനുള്ളവർക്കൊക്കെ ഒരു അവസരമാണ്. ആരും എന്ത് ചെയ്യണ്ട, മിസ് ചെയ്യണ്ട കേട്ടോ. അപ്പോൾ പറയാൻ കാരണം വെച്ചാൽ ഞാനിവിടെ വരാൻ കാരണം തന്നെ ഇപ്പോൾ ഇവനാണ്. അതുകൊണ്ട് തന്നെ ഇവൻ്റെ നേതൃത്വത്തിലാണ് നമ്മൾ ആ ആൾക്കാരൊക്കെ കൊണ്ടുവരുന്നത്. എത്ര പേർക്ക് ചാൻസ് ഉണ്ട്. അപ്പം ഇവൻ്റെ നമ്പറും എൻ്റെ നമ്പറും താഴെ കൊടുക്കുക. അതിലേക്ക് നിങ്ങൾ വിളിച്ചാൽ മതി കേട്ടോ. നിങ്ങളെ വിളിച്ചാൽ കിട്ടൂലേ? നമ്മൾ ഫുൾ ടൈം ഈ നമ്പറിൽ തന്നെ. ഓക്കെ, ആ നമ്പർ ഞാൻ കൊടുക്കുക. അപ്പോൾ അതിലേക്ക് വിളിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ എൻക്വയറി ചെയ്യട്ടോ. അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഗിവ് അവേ മറക്കണ്ട. ഒരാൾക്ക് ഫ്രീ ആയിട്ട് നമ്മൾ ലക്ഷദ്വീപ് പെർമിറ്റാണ് കൊടുക്കാൻ വേണ്ടി പോകുന്ന ടിക്കറ്റും. അത് നമ്മളെ ഒരു എന്താ ഓഫർ അല്ലേ? ഓഫർ. അപ്പോൾ പറയണ്ട, അടുത്തൊരു വീഡിയോ നെക്സ്റ്റ് ലക്ഷദ്വീപിൽ വന്നുള്ളൂ. ഇപ്പോൾ ഫ്രഷ് ആയി സെറ്റാനുണ്ട്. ഇവനും ഉറക്കത്തിന് എണീറ്റ് എന്നെ അങ്ങോട്ട് പിക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇവനും ഒരു റെസ്റ്റ് ആവശ്യമുണ്ട്. അപ്പോൾ അടുത്തൊരു കിടിലം എപ്പിസോഡായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.